നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഈശ്വരഹിതം നടക്കാൻ പോകുന്നു. ഈശ്വരാനുഗ്രഹത്തിൻ്റെ എല്ലാവിധ നേട്ടങ്ങളും കൈത്താങ്ങായി ജീവിതത്തിൽ വന്നു ചേരുന്ന ചില സൗഭാഗ്യ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മഹാസൗഭാഗ്യങ്ങൾ കടന്നു വരുന്നു. മഹാഭാഗ്യത്തിൻ്റെ എല്ലാവിധ സുഹൃതവും പേറിക്കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. ജീവിതത്തിൽ മാറിമറിയുന്ന ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്ന, പലപ്പോഴും കഷ്ടപ്പാടിൻ്റെയും ദുരിതങ്ങളുടെയും ആകെത്തുകയായി ജീവിതം മുന്നോട്ട് പോയ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെ കടാക്ഷം കുത്തി നിറയ്ക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഒരുപാട് ഐശ്വര്യങ്ങളും സമൃദ്ധിയുമൊക്കെ വന്നു ചേരുകയും മനസമാധാനത്തോടുകൂടി ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന, രാജകീയ നേട്ടങ്ങൾ കൈമുതലായി വന്നു ചേരാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒട്ടേറെ അവസരങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണഫലങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വീട്ടിൽ ഐശ്വര്യം കയറി വരുന്ന ഒരു സമയമാണ്. ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്ന ഒരു സമയം. വീട്ടിൽ സന്തോഷപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നു. ഇവരുടെ പൂർണ്ണ ഫലങ്ങൾ, എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും വന്നു ചേരുന്നതിന് ദിനംപ്രതിയുള്ള പൂജയിൽ, സങ്കല്പത്തിൽ, പ്രാർത്ഥനയിലൊക്കെ താങ്കളുടെയും സാന്നിധ്യമുണ്ടായിരിക്കും. താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. ദൈവിക കടാക്ഷത്തിന് വേണ്ടിയുള്ള നിത്യപൂജയിൽ ഭദ്രകാളി ദേവിയോടുള്ള അകമഴിഞ്ഞ സമർപ്പണത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നതിന് വേണ്ടിയുള്ള സങ്കല്പം ഉണ്ടായിരിക്കും. താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ തുടങ്ങി സൗഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ, സന്തോഷപൂർണമായ ജീവിത സൗഭാഗ്യങ്ങൾ, സന്തോഷ നിമിഷങ്ങൾ കടന്നു വരുന്ന ചില നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർ ഉള്ള വീട്ടിൽ ആ വീട് തന്നെ രക്ഷപ്പെടുന്ന ഒരു സമയമാണ്. ഐശ്വര്യപൂർണമായ ജീവിത സൗഭാഗ്യങ്ങൾ കൊണ്ടുവരുന്ന നേട്ടങ്ങൾ വലിയ തോതിൽ തന്നെ നടപ്പിലാക്കുന്ന ഒരു സമയമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ പല ഘട്ടങ്ങളിലും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. സന്തോഷപൂർണമായ ഒരു ജീവിതം, അത് ദാമ്പത്യ സൗഖ്യമായിരിക്കാം, കുട്ടികളുടെ സൗഖ്യമായിരിക്കാം, സന്താന സൗഭാഗ്യമായിരിക്കാം. ഇത്തരം കാര്യങ്ങൾ അവരുടെ വീടുകളിൽ നടക്കുന്ന ഒരു സമയമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സമ്മാനങ്ങൾ ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭ്യമാകുന്നു. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. അത്ഭുതപൂർണമായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. പ്രത്യേകിച്ചും അത്ഭുതം നടക്കുന്നത് അവരുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കുന്ന അവസരത്തിലാണ്. സാമ്പത്തിക പിരിമുറുക്കങ്ങൾ, കടബാധ്യത, ഇതൊക്കെ വളരെ ഏറെ വേദനാജനകമായിട്ടുള്ള, മനസ്സിന് ഏറെ ദുഃഖം തരുന്ന ഒരു സമയമാണ്, സാഹചര്യങ്ങളാണ്. കടബാധ്യത ഉണ്ടാകുന്ന അവസ്ഥ, സമയത്തിൻ്റെ നല്ല ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നതോടുകൂടി ഈ ഒരു അവസ്ഥ മറികടക്കാൻ അവർക്ക് സാധിക്കും. കടങ്ങൾ പതുക്കെ പതുക്കെ വീട്ടുന്നതിനും പൂർണ്ണതോതിൽ സാമ്പത്തിക സുസ്ഥിരത വന്നു ചേരുന്നതിനും സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം, ദേവിയുടെ അനുഗ്രഹം, അവർ പ്രാർത്ഥിക്കുന്ന ഇഷ്ടദേവൻ്റെയോ ദേവിയുടെയോ അനുഗ്രഹം, സർവമംഗളവും ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച അവസരങ്ങൾ, ഭാഗ്യം ഒക്കെ ഇവരെ തേടിയെത്തുന്ന സമയമാണ്. ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ദേവിക്ക് ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നേട്ടങ്ങളുണ്ടാകും, ഉറപ്പാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ഉയർച്ചകൾ കാണുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം. പ്രത്യേകിച്ചും സാമ്പത്തിക ഉയർച്ച എന്ന് പറയുന്നത് ഇതുവരെ ലഭിക്കാത്ത പല സാമ്പത്തിക ഉന്നതികളും എത്തിച്ചേരുന്നു. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ഉയർച്ച തന്നെയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. തൊഴിൽ രംഗത്ത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. പേരും പ്രശസ്തിയുമൊക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. വിജയത്തുടക്കം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉടനീളം. ജീവിതം ഇനി അങ്ങോട്ട് മാറാൻ പോകുന്നു. ഈ ഒരു അവസ്ഥ നല്ല രീതിയിൽ
ഉപയോഗിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ അവർ ഏത് മേഖലകളിൽ പ്രവർത്തിച്ചാലും അതിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കും. നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഇവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതം മാറിയിരിക്കുന്ന അവസ്ഥകളാണ് വന്നിരിക്കുന്നത്. എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നു. സൗഭാഗ്യ സമൃദ്ധി കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നടക്കുന്ന, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന, ദൈവത്തിൻ്റെ ഒരു കൂട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നതിനും കുടുംബത്തിലും അവരുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന ഒരു സമയം, അത് അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. സംതൃപ്തിയും ജീവിത സാഹചര്യങ്ങളുമൊക്കെ ഇവരെ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇഷ്ട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും പാൽപായസ വഴിപാട് ഏറ്റവും അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേർന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരുള്ള വീട്ടിൽ കാര്യവിജയം തന്നെ വന്നു ചേരുന്നു. ഇവർ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലും ആ വീട്ടിന് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും. സന്തോഷപൂർണമായ ഒരു ജീവിതം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും സമാധാനപൂർണമായ അന്തരീക്ഷം ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാകും. ഇവരെ തേടിയെത്താൻ പോകുന്നത് മനസമാധാനപൂർണമായ ഒരു ജീവിതമായിരിക്കും. നേട്ടങ്ങൾ ഒരുപിടി ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിൽ ചില ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ചില ഐശ്വര്യപൂർണമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ദൈവത്തിൻ്റെ ഒരു കൂട്ട് ഈ നക്ഷത്രക്കാരെ വിടാതെ പിന്തുടരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അത്ഭുത തുറക്കം തന്നെ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും തൊഴിൽ വിജയം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തൊഴിൽ തേടി പോകുന്നവർക്ക്, തൊഴിൽ ദാതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറുകയും ഇവർ ഏറ്റെടുക്കുന്ന ജോലിയിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്യും. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഇവർ മഹാഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക. മികച്ച വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാകുന്ന ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല വിധത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. പല വിധത്തിലാണ് ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനുള്ള പ്രതിവിധി എന്നോണം ഇവരുടെ സമയം മാറ്റിയിരിക്കുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹത്തിലൂടെ ഇവരുടെ സമയം, ഇവരുടെ ലക്ഷ്യസ്ഥാനം ഒക്കെ അനുകൂലമായി വന്നു ചേരുന്നു. വീട് പണിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എല്ലാ മംഗളക്രമങ്ങളും സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സുവിശേഷം വന്നു ചേരുകയും കഷ്ടപ്പാടുകൾ മാറി ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും അനുകൂലമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും മികച്ച അവസരങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യം, ഐശ്വര്യം ഒക്കെ ഇവർക്ക് വന്നു ചേർന്നു. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. കഷ്ടപ്പാടുകൾ വളരെ വേദനയോടുകൂടി ഇവർ അനുഭവിച്ചിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കാതെ നിന്നിരുന്ന ഒരു സമയമായിരുന്നു ഇതുവരെ. വലിയ വിജയങ്ങൾ ഒട്ടും ഇവരെ തീണ്ടിയിട്ടില്ല. ഇനി വരുന്നത് മഹാവിജയങ്ങൾ തന്നെയാണ്. ഇവർക്ക് അത്തരത്തിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയമാണ് വന്നിരിക്കുന്നത്. ജോലി ചെയ്യുന്ന സ്ഥലത്ത്, തൊഴിൽ മേഖലകളിൽ, ഏത് മേഖലയിലാണെങ്കിലും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന, പ്രശംസയും കീർത്തിയും പരിഗണനയുമൊക്കെ ലഭിക്കുന്ന, മനസ്സിന് സമാധാനം ലഭിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ശാസ്താക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച അവസരങ്ങൾ ഉണ്ടാകും, മികച്ച നേട്ടങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണഫലങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ ലഭ്യമാക്കുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ നക്ഷത്രക്കാരുടെ മഹാവിജയം തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയമാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സൗഭാഗ്യങ്ങൾ, മഹാഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കുന്നു. ഇവർ ദേവീക്ഷേത്രത്തിൽ മുടങ്ങാതെ ദർശനം നടത്തുക. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ, ദേവി കടാക്ഷം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. സൗഭാഗ്യം ഇവരെ തേടിയെത്തും. മഹാഭാഗ്യം, മഹാവിജയം ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം
ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാനുള്ള വകകൾ വന്നു ചേരുന്ന സമയമാണ്. ദൈവിക കടാക്ഷം കൊണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്ന, മഹാവിജയങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് സമ്പന്നമാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാവിജയങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.